ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു അറേ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ അറേ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് എ സി പ്രോഗ്രാം, ഫൈൻഡ് പ്രൈം നമ്പർ ആൻഡ് റീപ്ലേസ് ഇറ്റ് സീറോ. അതായത് പ്രൈം നമ്പറിനെ കണ്ടെത്തിയിട്ട് അതിനെ സീറോ വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് പ്രൈം നമ്പറിനെ കണ്ടെത്താനാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അത് കാണാത്തവർക്കോ അറിയാത്തവർക്കോ അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, അതിൽ ഞാൻ പ്രൈം നമ്പർ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് കറക്റ്റായിട്ട് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ആ പ്രൈം നമ്പർ കാണേണ്ട കോഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് സീറോ ബിൽഡ് ചെയ്യേണ്ടത്, അതായത് പ്രൈം നമ്പറിനെ എങ്ങനെ സീറോ വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് സിമ്പിളായിട്ടുള്ള കോഡാണ്, ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കോഡാണ്. അതായത് ഇവിടെ നമ്മളോട് പ്രൈം നമ്പറെ റീപ്ലേസ് ചെയ്യാനാണ് പറയുന്നത്, അതായത് അതിനെ മാറ്റി വെക്കാൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതൊക്കെ പ്രൈം നമ്പറാണ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയായിരിക്കും. ഓക്കെ, ആ ഒരു വീഡിയോ കണ്ടാൽ ഇത് മനസ്സിലാവും. അപ്പോൾ റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ എറർ ഓഫ് ഐ ഈക്വൽ ടു സീറോ എന്ന് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ആ പ്രൈം നമ്പറിന് ഇപ്പോൾ സീറോ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് പ്രിന്റ് എഫിൻ്റെ അകത്ത് %d, AR ഓഫ് AR ഇല്ല അല്ലേ ഇവിടെ, ഓഫ് ഐ. ഇവിടെ ഞാൻ AR കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അറേൻ്റെ നെയിം A ആണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ റൺ ചെയ്താൽ കറക്റ്റായിട്ട് കോഡ് വർക്കാവും. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇത് വർക്കായി നോട് ഒട്ടിരിക്കുക. 1 ഒരു പ്രൈം അല്ല, അതുകൊണ്ട് ഇവിടെ 1 പ്രിൻ്റ് ആയിട്ടുണ്ട്. 2 5 3 ഇത് ഒക്കെ പ്രൈം നമ്പർ 47 അടക്കം അത്രക്കും പ്രൈം നമ്പറിന് ഇതാ ഇവിടെ സീറോ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി 9 4 അതൊരു പ്രൈം അല്ല, അതുകൊണ്ട് അത് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാ ഇവിടെ നോക്കിയാൽ ഇതാ 11 17 അതും ഒരു പ്രൈം അല്ല, അതുകൊണ്ട് അതും വന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇതാ 8 ഇവിടെ പ്രൈം നമ്പറിന് ഒക്കെ അല്ല, ഇത് രണ്ടും പ്രൈമാണ്, 11 17 അത് രണ്ടും കൂടെ സീറോ വെച്ച് റീപ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രൈം നമ്പറൊക്കെ ഇപ്പോൾ സീറോ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിധത്തിലാണ് ഈ കോഡ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. അതായത് ജസ്റ്റ് പ്രൈം നമ്പറിൻ്റെ കോഡ് ആദ്യം ചെയ്യുന്നത്, അതിനകത്ത് പ്രൈം നമ്പർ വരുന്ന കോഡ് ഇതാണ്. ഓക്കെ, പ്രൈം നമ്പറാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതല്ലോ. ആ പ്രൈം നമ്പറിനെ സീറോ വെച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോഡ് നമ്മൾ കൊടുത്ത്, അപ്പോൾ അത് റീപ്ലേസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രൈം നമ്പർ -1 വെച്ച് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് പുട്ട് -1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി വേറെ ചില ക്വസ്റ്റ്യൻ വരുത്തുന്നുണ്ട്. അതായത് പ്രൈം നമ്പറിനെ ഡോളർ വെച്ച് പ്രിന്റ് ചെയ്യാൻ പറയും. ഓക്കെ, അതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ -1 തന്നെ കൊടുക്കുക പ്രൈം നമ്പറിന്, അല്ലെങ്കിൽ വേണ്ട -1 ചിലപ്പോൾ അറിയില്ല, നമ്മൾ ആരും വരച്ച് വെച്ചാൽ, അപ്പോൾ അത് വിട്ടേക്ക്. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടവ് നമ്മൾ ലാർജസ്റ്റും സ്മോളസ്റ്റ് ലെവലിൻ്റെ അകത്തും പഠിച്ചെടുത്താണ്. ഇൻറ്റ് മിനിമം എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതെടുത്ത് അറയിലേക്ക് ആ പ്രൈമിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ, ലിമിറ്റ്സ് ഹാഷ് ഇൻക്ലൂഡഡ് ലിമിറ്റ്സ് ഡോട്ട് ടച്ച്. ഹാഷ് ഇൻക്ലൂഡഡ് ലിമിറ്റ്സ് ഡോട്ട് എച്ച്. ഇപ്പോൾ ഞാൻ ആ ഹെഡർ ഫയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹാഷ് ഇൻക്ലൂഡഡ് ലിമിറ്റ്സ് ഡോട്ട് എച്ച്. ഓക്കെ, ഇതിനകത്തൊരു വലിയൊരു നെഗറ്റീവ് വാല്യൂ ആണ്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോളർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഡോളർ എന്ന് കൊടുത്താൽ കിട്ടൂലേ എന്നൊക്കെ വിചാരിക്കും. ഡോളർ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അതിനതുപോലെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഈഫ് കൊടുക്കുക. ഈഫ് AR ഓഫ് ഐയിലുള്ളത് ഈക്വൽ ടു ഇൻറ്റ് ഏത് അണ്ടർലൈൻ മിനിമം. ഓക്കെ, ഇത് രണ്ടും ഇത് ട്രൂ ആണെങ്കിൽ ജസ്റ്റ് പ്രിന്റ് എഫിൻ്റെ അകത്ത് എന്ത് കൊടുക്കുക, നമുക്ക് വേണ്ടത് ഡോളർ അല്ലേ, ഡോളറും സ്പേസും കൊടുക്കുക. എൽസ് ബാക്കിയുള്ള എല്ലാ കേസിലും ഇടുക
ഇപ്പം നമ്മളതൊന്ന് റൺ ചെയ്ത് നടക്ക്. ഇവിടെ AR കൊടുത്തിട്ടുള്ള ഓക്കെ ഡോളർ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അതായത് ഇവിടെ ഞാൻ അറിയേണ്ട അകത്ത് ഇത് ഈ ഡോളർ വെച്ച് റീപ്ലേസ് ചെയ്യാനോ അങ്ങനെ സ്റ്റാർ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു വിധത്തിൽ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. അതായത് ഇതുപോലെ ഇൻറ്റ് മിനിമം എന്ന് പറഞ്ഞാൽ വലിയൊരു നെഗറ്റീവ് വാല്യൂയാണ്. ഓക്കെ, ഞാൻ ആദ്യമുള്ള വീഡിയോയിലൊക്കെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു വാല്യൂ ഞാൻ ഈ ഒരു പ്രൈം നമ്പർ ഇതിനുള്ളിലേക്ക് വരുന്നതെന്ന് ഇപ്പോൾ അറിയാലോ. ആ ഒരു വാല്യൂ എടുത്ത് പ്രൈം നമ്പറിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് ഈ ഒരു ഇൻറ്റ് മെയിൻ ഉപയോഗിക്കുമ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് -1 ഉപയോഗിക്കാം. ഓക്കെ, -1 അങ്ങനെ നെഗറ്റീവ് ഏതെങ്കിലും ഉപയോഗിക്കാം. ആടെ ഉപയോഗിക്കുന്ന അതേ വാല്യൂ എടുത്തിട്ട് ഇവിടെയും കൊടുക്കാൻ മറക്കറോക്കറെ. എന്നിട്ട് ആ ഒരു വാല്യൂ ട്രൂ ആണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ഇരുന്ന പൊസിഷനാണ്. ഓക്കെ, ആ ഒരു വാല്യൂനെയല്ലേ നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു നെഗറ്റീവ് വാല്യൂ ആക്കി വെച്ചത്. എന്നിട്ട് ആ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുമ്പോൾ ആടെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം. അതായത് പ്രിൻ്റ് അകത്ത് ജസ്റ്റ് ഇത് പുട്ട് ചെയ്താൽ മതി. എൽസ് കേസിൽ സാധാ പോലെ ARFI പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ മതി. ഇതുപോലെ ഡോളർ വെച്ച് പ്രിന്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കും ഈ വീഡിയോ പറയാനുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യന് പുറമെ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതായത് ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.